ഇന്റർനെറ്റ് മുഖാന്തരമായി ഈ കാലത്ത് 3Gയും 4Gയും ഒക്കെ വന്നതുകൊണ്ട് ഇന്ന് ഫോണുകളിൽ കൂടി എന്തെല്ലാം കാര്യങ്ങൾ നാം അന്വേഷിക്കുന്നുണ്ട്. എന്തൊക്കെയോ നിങ്ങൾ തിരക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ തിരക്കുന്നില്ല എങ്കിലും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് വരുന്നതായ കാര്യങ്ങൾ, അശുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ട് തന്മൂലം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നാശമാക്കി കളയുന്നുണ്ട്, മലിനമാക്കുന്നുണ്ട്. പല യൗവനക്കാരും ഇന്ന് തങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ വിദ്യാഭ്യാസത്തിൽ അവർ ശ്രദ്ധിക്കുന്നില്ല, തങ്ങളുടെ മാതാപിതാക്കളെ അവർ അനുസരിക്കുന്നില്ല. എന്തോ മാനസികമായ ഒരു നിരാശയിൽ അകപ്പെട്ടുകൊണ്ട് കണ്ട കാര്യങ്ങളെ വീണ്ടും വീണ്ടും കണ്ട് അത് തന്നെ ആലോചിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ അത് ആഴമായി പതിഞ്ഞിട്ട് പിന്നെ മാറ്റിയെടുക്കുവാൻ കഴിയാതെ അനേക സഹോദരങ്ങളും തങ്ങളുടെ ജീവിതം നശിപ്പിച്ചു കളയുന്നതായി കാണുന്നു. ഈ കാലത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ ലോകം മുഴുവൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. യൗവനക്കാർ മാത്രമല്ല, കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ പലരും ഭാര്യയോടൊപ്പം സന്തോഷിക്കുന്നതിന് പകരമായി ഇങ്ങനെയുള്ള അശുദ്ധമായ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം സന്തോഷിക്കുന്നതിന് പകരമായി ആ നെറ്റിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിൽ സമയം ചെലവഴിച്ച് അല്പകാലമായ സുഖങ്ങൾക്ക് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുന്നതായ അനേകം ആളുകൾ ഇന്നുണ്ട്. നിങ്ങളിൽ അങ്ങനെയുള്ള വ്യക്തികളുണ്ടോ? മടിയന്റെ ഹൃദയം പിശാചിന്റെ പണിപ്പുരയാണെന്നാണ് പറയുന്നത്. നെറ്റിന് മുൻപിലിരുന്നിട്ട് 1 മണിക്കൂറോളം അതിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സമയം എങ്ങനെയാണ് ലഭിച്ചത്? വീട്ടിലെ കാര്യങ്ങൾ ചെയ്യില്ലേ? നിന്റെ കുടുംബത്തിലെ കാര്യങ്ങൾക്ക് നിനക്ക് ഉത്തരവാദിത്തം ഇല്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുകയില്ലേ? നിങ്ങൾ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ലേ? നിങ്ങൾക്ക് പരീക്ഷകൾ എഴുതണ്ടേ? പാസ്സാകണ്ടേ? ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കേണ്ടേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ സമയം നിങ്ങൾ എന്തിനാണ് വൃഥാവാക്കി കളയുന്നത്? ഇന്ന് ജാഗ്രത. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഓരോ സമയത്തിനും കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. നിനക്കിഷ്ടമുള്ളതുപോലെ നീ പ്രവർത്തിച്ചാൽ ദൈവത്തിന്റെ കോപത്തിന് നീ ഇരയായി മാറും. എന്തുകൊണ്ടാണ് ഇന്ന് അനേകം ആളുകൾ പലവിധമായ രോഗത്താൽ അടിമപ്പെട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഒന്നും സാധിക്കാൻ പറ്റാത്തതായ അവസ്ഥ ഉണ്ടാകുന്നത്? നിന്നെ സൃഷ്ടിച്ചതായ ദൈവത്തെ വിട്ടിട്ട് നീ സൃഷ്ടിച്ചതായ കാര്യങ്ങളിൽ നിനക്ക് സന്തോഷിക്കുവാൻ, നീ കൃത്രിമമായ സന്തോഷത്തിൽ ആശ്രയിക്കുവാൻ, ദൃശ്യങ്ങളിൽ കൂടി കിട്ടുന്നതായ, ചിത്രങ്ങളിൽ കൂടി കിട്ടുന്നതായ സന്തോഷത്തെ അന്വേഷിക്കുവാൻ വേണ്ടി നീ പരിശ്രമിക്കുകയാണ്. അതിനുവേണ്ടിയാണ് നീ സമയത്തെ ചിലവഴിക്കുന്നത്. ജാഗ്രത. കാമവികാര കാര്യങ്ങൾ ദൈവത്തിന് വെറുപ്പാണ്. എത്രയോ ആളുകൾ കാമവികാരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ നശിപ്പിക്കുന്നവരുണ്ട്. ഇത് വ്യഭിചാരമുള്ള തലമുറയാണെന്ന് കർത്താവ് പറയുവാനിടയായി. ഈ തലമുറ വ്യഭിചാരമുള്ള തലമുറ. എന്ത് ആലോചിച്ചാലും, എന്തു തന്നെ ചെയ്താലും, എന്തു തന്നെ പരിശ്രമിച്ചാലും അതെല്ലാം തന്നെ തങ്ങളുടെ ശരീരത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണല്ലാതെ തങ്ങളെ തന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്നും തങ്ങൾക്കൊരു ആത്മാവ് ഉണ്ടെന്നും ആ ആത്മാവിന് മരണമില്ലാത്തതാണെന്നും മണ്ണായ ശരീരം മണ്ണിലേക്ക് തന്നെ ചേരുകയും ആത്മാവ് തന്നെ അയച്ച ദൈവത്തെങ്കിലേക്ക് കടന്നുപോകും എന്നും ഈ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതായ സകല പ്രവൃത്തികൾക്കും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കണം എന്നുള്ളതായ സംഗതിയും അവർ മറന്നുപോകുന്നു. ജാഗ്രത. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ലോകത്തിലെ പാപത്തെ ജയിച്ച കർത്താവ് നമുക്ക് സകലത്തിനും ജയം നൽകുവാനുണ്ട് എന്ന് വിശ്വസിക്കുക. അവൻ നിങ്ങളെ വിടുവിക്കുവാനിടയാകും. നിങ്ങൾ ഇന്റർനെറ്റിലാകട്ടെ, നിങ്ങളുടെ മൊബൈലിലാകട്ടെ, അല്ലെങ്കിൽ ഐഫോണിൽ ആകട്ടെ, നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് അതെല്ലാത്തിനെക്കുറിച്ച് നിങ്ങൾ ജാഗ്രതയോടെ ആയിരിക്കുക. നിങ്ങൾ വഴിതെറ്റിപ്പോവുകയാണെങ്കിൽ, വഴിമാറിപ്പോവുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളത് നിർത്തുക. അപ്പോൾ തന്നെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ള അശ്ലീല ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് എൻ്റെ മനസ്സ് നശിച്ചു പോയിരിക്കുന്നു എന്ന് പറയുകയും ഹൃദയത്തിൽ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ട് എന്ന് പറയുന്നവർ മുഴങ്കാൽ മടക്കി ദൈവത്തോട് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. അവനോട് അപേക്ഷിക്കുക. അവന് മാത്രമേ കുറ്റബോധത്തിൽ അകപ്പെട്ട നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയൂ. ഇപ്പോൾ തന്നെ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ അശുദ്ധിയായിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് അത്ഭുത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയാകും. നിങ്ങൾ വിശ്വസിക്കുക. എന്നോട് ചേർന്ന് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ നോക്കണമേ. കർത്താവേ, ലോകത്തിൽ എവിടെ നോക്കിയാലും പാപമാണ്, അശ്ലീലമായ കാര്യങ്ങളാണ്, അശുദ്ധിയായ പാപത്താൽ നിറഞ്ഞിരിക്കുകയാണ്, വ്യഭിചാരങ്ങൾ നടക്കുന്നു. കർത്താവേ, ലോകത്തിലെല്ലാ വ്യക്തികളും തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട് തങ്ങളെ തന്നെ അശുദ്ധീകരിച്ചിരിക്കുകയാണ്. അന്യ പുരുഷന്മാരിലും അതുപോലെ അന്യ സ്ത്രീകളിലും ആകർഷിക്കപ്പെട്ട് തങ്ങളെ തന്നെ നശിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇത്ര ഭയങ്കരമായ ലോകത്തിൽ വിശുദ്ധരായി ഞങ്ങൾ ജീവിക്കേണ്ടതിന്, നിന്റെ സാക്ഷികളായി ഞങ്ങൾ ജീവിക്കേണ്ടതിന്, ഞങ്ങളുടെ ശരീരം നിന്റെ ദേവാലയമായി കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് സഹായം നൽകണമേ. ഇന്ന് നിന്റെ സന്നിധിയിൽ അനുതാപത്തോടെയായിരിക്കുന്ന എല്ലാ വ്യക്തികളും
അവർ ശുദ്ധീകരണം പ്രാപിക്കേണ്ടതിനു വേണ്ടി, നിന്റെ രക്തത്താൽ കഴുകപ്പെടേണ്ടതിനു വേണ്ടി പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ ചെയ്യണമെന്ന്, എല്ലാ അലസതയിൽ നിന്നും, എല്ലാ ബലഹീനതയിൽ നിന്നും, എല്ലാ കുറവുകളിൽ നിന്നും നിന്റെ മക്കളെ വിടുവിച്ചെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്നതിനായി നീ സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ.